നാരായണീയം ദശകം 17 ശ്ലോകം 7 വായിച്ച് അർത്ഥം പറയാം. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ഇരുന്ന് ധ്രുവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അടുത്ത ഈ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ത്വദർശന പ്രമദഭാരതരംഗിതം തം ദൃക്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ. അപ്പോൾ ഈ കൊച്ചുകുട്ടിയായ ധ്രുവൻ്റെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ത്വദർശനം, അങ്ങയുടെ ദർശനത്തിൽ അങ്ങയെ കണ്ടിട്ട്, പ്രമദഭാരതരംഗിതം തം, സന്തോഷഭാരം കൊണ്ട് എന്നാണ് ആ ധ്രുവകുമാരന് സന്തോഷം കൊണ്ട്, ദൃഗഭ്യാം രണ്ട് കണ്ണുകളിലുമായും, നിമഗ്നമിവ ഭഗവാന്റെ രൂപരസായനത്തിലും, ഭഗവാന്റെ ആ രൂപത്തിലും, തേ കണ്ടിട്ട്, അങ്ങയെ കണ്ടിട്ട് സ്തുതിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അത് കൊച്ചു കുട്ടിയായതുകൊണ്ട് അതിന് കൂടുതൽ സ്തുതിക്കാനൊന്നും അറിയില്ല. അപ്പോൾ സ്തുതിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ, ഭഗവാൻ സ്തുതിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കി കപോലദേശേ, ആ കവിൾത്തടത്തിൽ സ്പർശിച്ചു. സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ, ആ കയ്യിലിരുന്ന ശംഖു വച്ച് സംസൃഷ്ടവാനസിധരേണ ത്യഥാ ആദരേണ, പതുക്കെ ആ കവിളിൽ സ്പർശിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ത്വദർശന പ്രമദഭാരതരംഗിതം തം, ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷത്തിൻ്റെ ഭാരതരംഗിതം തം, സന്തോഷം കൊണ്ട്, ഭാരം കൊണ്ട്, സന്തോഷം കൊണ്ട് ആ ധ്രുവകുമാരനെ രണ്ട് കണ്ണുകൾ, ദൃഗഭ്യാം നിഗമ്നമിവ, ആ രൂപരസായനേതേ, ആ കണ്ണുകളിൽ സ്തുതിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, രൂപരസായനേതേ, ആ ഭഗവാന്റെ രൂപരസായനത്തിലും, തുഷ്ടൂഷമാണവഗമ്യ കപോലദേശേ, സ്തുതിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ കപോലദേശേ, ആ കവിൾത്തടത്തിൽ സ്പർശിച്ചു. സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ, ആദരേണ, വളരെ വാത്സല്യത്തോടുകൂടി തൻ്റെ കയ്യിലുള്ള ശംഖ് കൊണ്ട് ഭഗവാൻ ആ ധ്രുവനെ സ്പർശിച്ചു, കവിൾത്തടത്തിൽ സ്പർശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ത്വദർശനം പ്രമദഭാരതരംഗിതം തം ദൃഗഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ.